Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? വായിച്ചു നോക്കിയിരുന്നോ? ട്രെയിനിങ് മെത്തേഡ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഓൺ ദ ജോബ് മെത്തേഡ്സും ഓഫ് ദ ജോബ് മെത്തേഡ്സും ഇത് രണ്ടും കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. ക്ലിയർ അല്ലേ എവിടെ വരെ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, ഓക്കെ, ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു ട്രെയിനിങ്ങും ഒരു ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനമാണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വികസനമാണ്. അപ്പൊ അവിടെ ആ ഒരു ഡെവലപ്മെന്റും ഒരു വ്യക്തിയുടെ കിട്ടുന്ന പരിശീലനവും അവരുടെ ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇനി നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്നാൽ പോലും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് തരഞ്ഞിട്ടാ. അപ്പൊ ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം, പിന്നെ രണ്ടും തമ്മിലുള്ള കുറച്ച് മേജർ ഡിഫറൻസുകൾ നോക്കാം കേട്ടോ. അപ്പൊ അതിന് ട്രെയിനിങ് എന്താണെന്നുള്ളതാണ് ഒന്നുകൂടി പറയാണ് കേട്ടോ. Training refers to an education process in which employees get a chance to develop skills, competency and learning as per the post-duty requirements. എന്ന് വെച്ചാൽ എന്താ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് അല്ലെ? ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. ഇത്തരത്തിൽ നമ്മളൊരു ട്രെയിനിങ് എടുക്കുന്നതിലൂടെ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയി നിലവിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പൊ അവര് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ സ്കിൽസ്, അവരുടെ കോമ്പിറ്റൻസി, അതുപോലെ തന്നെ പല കാര്യങ്ങളെ കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു പരിശീലനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തല്ല, നിലവിൽ നമ്മുടെ ആവശ്യകത എന്താണോ, നിലവിൽ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഇവിടെ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാലോ അല്ല എങ്കിൽ പുതിയ എന്തെങ്കിലും മെഷീനറീസോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നാലോ, അപ്പൊ അത്തരം ആ ഒരു പ്രസന്റ് സിറ്റുവേഷനെ ബേസ് ചെയ്താൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കാം. അല്ലാതെ ഭാവിയിലേക്ക് ഇവർക്ക് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതിന് വേണ്ടിയിട്ട് മുൻപേ നമ്മൾ പരിശീലനം കൊടുക്കുക എന്നുള്ളതല്ല. പ്രസന്റ് സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രസന്റിലുള്ള ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് നിലവിൽ അവർ ജോലി ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾക്ക് അനുസൃതമായി ആ ഒരു എംപ്ലോയിയിൽ അവരുടെ സ്കിൽസും കോമ്പിറ്റൻസിയും അതുപോലെ ലേണിംഗ് നോളജും ഒക്കെ കൃത്യമായിട്ട് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അവസരമാണ്, അത്തരത്തിലൊരു വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത്. So simply we can say it is a process of increasing knowledge and skills of an employee. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ലളിതമായിട്ട് എന്ത് പറയാം, ഇത് എന്താണ് ഒരു എംപ്ലോയിയുടെ നോളജ് ആൻഡ് സ്കിൽ, അവരുടെ കഴിവും അതുപോലെ തന്നെ സ്കില്ലും, അവരുടെ കഴിവും അതുപോലെ അവരുടെ ആ ഒരു അറിവും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ട്രെയിനിങ് എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാവുന്നതാണ്. Then training is performed for improving knowledge and skills that are needed to carry out their existing jobs. എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത് is performed for improving knowledge അല്ലെ? ഒരു വ്യക്തിയുടെ നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു പെർഫോം ചെയ്യാൻ ഇതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. That are needed to carry out their existing job ആണ്. അവര് നിലവിൽ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ടുള്ള അറിവും കഴിവുമാണ് പരിശീലനത്തിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്.
That's why it is short term or term focused and for a fixed duration. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ ചെയ്യുന്ന കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കുന്ന ഒരു ചെറിയ എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ്, അല്ലെ? ശരിയല്ലേ? ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ടേം ഫോക്കസ്ഡ് ആണ്, അല്ലെ? എപ്പോഴും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം പുതിയതായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ചസോ കാര്യങ്ങളോ വരുമ്പോ അതിനനുസൃതമായി നമ്മുടെ ഒരു എംപ്ലോയീസിന് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് അവർ ആ ഒരു പരിശീലനത്തിലൂടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത പുതിയൊരു മാറ്റം വരുമ്പോ നെക്സ്റ്റ് വേറൊരു ട്രെയിനിങ് സെക്ഷൻ അല്ലേ നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? വേറൊരു ട്രെയിനിങ് അല്ലേ നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കുക. അതൊരു ഫിക്സഡ് ഡ്യൂറേഷനിൽ ഒരു ചെറിയ കാലയളവില് അതിനുള്ളിൽ തന്നെ അവർക്ക് ആ ഒരു നോളജും എബിലിറ്റിയും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുക, അല്ലെ? അപ്പൊ ട്രെയിനിങ് എപ്പോഴും ഒരു ലോങ് ടേം ആയിട്ടാണോ? ആണോ? അതായത് അവർക്ക് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഉടനീളം സമയങ്ങളില് മാറ്റങ്ങൾക്കനുസരിച്ച് പരിശീലനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരേ കാര്യത്തെ കുറിച്ചുള്ള പരിശീലനമാണോ കിട്ടുന്നത്? ആണോ? ഒരേ കാര്യത്തെ കുറിച്ചുള്ള നല്ല പരിശീലനമാണോ കിട്ടുന്നത്? അല്ല, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പരിശീലനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരിശീലനങ്ങളായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഷോർട്ട് ടേം ആണ്, അല്ലെ? ഫിക്സഡ് ഡ്യൂറേഷനില് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നവയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Mainly, it is the result of initiative taken by the management and it is a result of outside motivation. Okay, സാധാരണ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കാര്യമല്ലേ, അല്ലെ? ഒരു എംപ്ലോയിക്ക് ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട് കൃത്യമായ നോളജോ സ്കില്ലോ ഇല്ല എങ്കിൽ അവർക്ക് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് അല്ലേ ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രെയിനിങ് കൊടുക്കുന്നത്, അല്ലേ? മാനേജ്മെന്റിന്റെ താല്പര്യത്തിലല്ലേ നമ്മളൊരു ട്രെയിനിങ് പ്രധാനമായിട്ടും ആരംഭിക്കുന്നത്, ആണോ? അതെ, അല്ലെ? ആദ്യ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഇവിടെ കൂടുതൽ നമ്മുടെ പുറമേ നിന്നത് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനത്തിനനുസരിച്ചാണ് അവർക്ക് ആ ഒരു ട്രെയിനിങ്ങിലൂടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുറെ അധികം പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ്സാ? ഒരു എംപ്ലോയിക്ക് അവര് നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി അല്ലെങ്കിൽ ആ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ടുള്ള നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതായത് സിംപിളി നമുക്ക് എന്ത് പറയാം? ഒരു എംപ്ലോയിയുടെ അറിവും കഴിവും എന്തുമായി ബന്ധപ്പെട്ട് അവർ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എപ്പോഴും ഒരു വ്യക്തിയുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തുമായി ബന്ധപ്പെട്ട അവർ എക്സിസ്റ്റിംഗ് നിലവിൽ അവർ ക്യാരി ചെയ്യുന്ന നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ ആവശ്യകതയ്ക്ക് അനുസൃതമായി മാത്രമാണ്. ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്കത് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ആവശ്യകത വരുമ്പോൾ അതിനനുസരിച്ചുള്ള അറിവും കഴിവുമാണ് അവർക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത്. സോ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ടേം അല്ലെങ്കിൽ ടേം ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു എന്തിന്റെ ഇനിഷ്യേറ്റീവ് ആണ് ഇതിന്റെ ഫലമായിട്ട് വരുന്നത്? മാനേജ്മെന്റ് ആണ് ഇതിന് മുൻകൈ എടുക്കുന്നതും അതുപോലെ തന്നെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനത്തിന്റെ പുറത്താണ് നമുക്ക് പരിശീലനങ്ങളിലൂടെ അറിവും കഴിവും എംപ്ലോയീസിന് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? ട്രെയിനിങ് ഒന്ന് വേഗം വായിച്ചു നോക്കി അതിനുശേഷം ഡെവലപ്മെന്റ് പറയാം കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഡെവലപ്മെന്റ്.
എന്താണ് ഒരു ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ refers to an information process which mainly help in understanding about the overall growth and improvement of the skills of the employee. അപ്പോൾ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം അവിടുത്തെ ഒന്നാമത്തെ സെന്റൻസിൽ തന്നെ ഉണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയിയുടെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ളതാണ്, മൊത്തത്തിലുള്ള വളർച്ചയെയും അവരുടെ കഴിവുകളെയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്, അല്ലെങ്കിൽ അറിവ് പകരുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പക്ഷെ അങ്ങനെയല്ല. ഒരു എംപ്ലോയി അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള അറിവോ കഴിവോ മാത്രമേ അവിടെ വർദ്ധിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇവിടെ മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽ ആണ്. മൊത്തത്തില് അവരുടെ വളർച്ചയും അവരുടെ സ്കില്ല് അല്ലെങ്കിൽ കഴിവുകള് മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് development എന്ന് പറയുന്നത്. So simply we can say it is a process of learning and growth. Simply നമുക്ക് ഡെവലപ്മെന്റ് എന്താന്ന് പറയാം, it's a process of learning and growth. പഠനത്തിലൂടെ വളർച്ച നടക്കുന്നു, അല്ലെങ്കിൽ പഠനവും വളർച്ചയും നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയാൻ പറ്റും, ഡെവലപ്മെന്റ് എന്ന് പറയാനായിട്ട് പറ്റും. അത് മൊത്തത്തില് ഒരു എംപ്ലോയിയുടെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആണ് കേട്ടോ. Then development are performed in an aim of improving knowledge and skill to face future challenges. അത് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. എപ്പോഴും ട്രെയിനിങ് നമ്മൾ പറഞ്ഞു നിലവിൽ പ്രസന്റ്ലി അവരുടെ പ്രസന്റ് ആയിട്ടുള്ള ആവശ്യകതകൾ റിക്വയർമെന്റ്സിനനുസരിച്ചാണ് ട്രെയിനിങ് കൊടുക്കുക. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് എയിം ചെയ്യുന്നത് ഒരിക്കലും പ്രസന്റ് ചലഞ്ചസ് അല്ല, നീഡ്സ് അല്ല, മറിച്ച് എന്താണ്, എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ്. നമ്മുടെ ഭാവിയിലേക്കുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസിനെ നേരിടാനായിട്ടുള്ള അറിവും കഴിവുമാണ് മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരു ഡെവലപ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ലോങ് ടേം ഓർ ടേം ഫോക്കസ്ഡ് എന്ന് പറയാൻ പറ്റും, വിച്ച് ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ ഒരു വളർച്ച അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത കാലയളവിൽ ഉടനീളം നടക്കുന്ന ഒരു കാര്യമല്ലേ, അല്ലെ? നമ്മൾ ജനിച്ച സമയം മുതല് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതെല്ലാം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയെ സഹായിച്ചിട്ടുണ്ടോ? പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെ? അത് നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാറില്ലേ, പ്രയോജനപ്പെടുത്താൻ പറ്റാറില്ലേ? നിലവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ലേ? നമ്മൾ മുൻപ് പഠിച്ച കുറെ കാര്യങ്ങളിൽ നമ്മൾ മുൻപ് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങള് ഇല്ലേ? അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർ നമ്മുടെ ഒരു കരിയറിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. കുറഞ്ഞ കാലയളവില് ആ ജോലി ചെയ്യാനായി ഇപ്പൊ എന്തെങ്കിലും ഒരു മെഷീൻ കൊണ്ടുവന്നു, ആ ഒരു പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോ അതറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള കഴിവ് മാത്രമേ അവിടെ വർദ്ധിക്കുന്നുള്ളൂ, അല്ലെ? മൊത്തത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലുമുള്ള ഒരു വളർച്ച അവിടെ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ലേണിങ്ങോ നടക്കുന്നുണ്ടോ, ട്രെയിനിങ്ങിൽ നടക്കുന്നുണ്ടോ? ആ പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് മാത്രമല്ലേ നമ്മൾ അവിടെ പഠിക്കുകയും അതിലുള്ള കഴിവ് മാത്രമല്ലേ വർദ്ധിപ്പിക്കുന്നുള്ളൂ, അല്ലേ മക്കളെ? അതിലുള്ള കൃത്യമായിട്ട് ആ ഒരു ട്രെയിനിങ് എന്തിനാണ് തരുന്നത്? ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അറിവും കഴിവും മാത്രമേ നമ്മളെ വർദ്ധിക്കുന്നുള്ളൂ. അതേസമയം ഒരു ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ പഠിക്കുകയാണ്, അല്ലെ? അതൊരിക്കലും നമ്മുടെ അപ്പൊ പ്രസന്റ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല, ഭാവിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് അതിനെ ഫേസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഒരു ലോങ് ടേം ആണ്, ടേം ഫോക്കസ്ഡ് ആണ്. ഒരു കുറച്ച് കാലയളവിനുള്ളിൽ മാത്രം കൊടുക്കുന്നതാണോ? അല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രസന്റ് നീഡ്സിന് വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചറിലേക്കുള്ള ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള നോളജും സ്കില്ലുമാണ് നമ്മുടെ ഇംപ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ലോങ് ടേം ആണ്. ഇത് എങ്ങനെയാണ്?
ടേക്ക് പ്ലേസ് ഫോർ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയി ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ സെൽഫ് ആൻഡ് ഇറ്റ് ദ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. എന്താണ്, നമുക്ക് നമ്മുടെ വികസനം ആരിൽ തന്നെയാണ് ഇരിക്കുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മറ്റൊരാൾ എത്രത്തോളം നമ്മളോട് ഫോഴ്സ് ചെയ്താലും നമ്മളെ നിർബന്ധിച്ചാലും നമ്മുടെ താല്പര്യമില്ലാതെ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവോ? നമ്മുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിചാരിക്കണോ? ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണ്ടേ? മറ്റൊരാൾ എത്രത്തോളം നമ്മളെ ഫോഴ്സ് ചെയ്താലും നിർബന്ധിച്ചാലും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് നടത്താൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ എപ്പോഴും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സെൽഫായിട്ട് നമ്മുടെ സ്വമേധയാ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെ ഇത് സെൽഫ് മോട്ടിവേഷൻ സ്വമേധയാ നമ്മുടെ പ്രചോദനത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. ക്ലിയർ ആയോ? അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ചെറിയ ഡിഫറൻസുകളാണ് നമ്മൾ പഠിച്ചത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഇത് പ്രധാനമായിട്ടും ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ആണ്. മൊത്തത്തിലുള്ള വളർച്ചയും അവരുടെ കഴിവുകളെയും മെച്ചപ്പെടുത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. സിംപിളി നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അവർ പഠിക്കുന്നുണ്ട്, പഠനം നടക്കുന്നുണ്ട്, അതോടൊപ്പം അവരുടെ വളർച്ചയും നടക്കുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഡെവലപ്മെന്റിന്റെ പ്രധാന എയിം എന്ന് ചോദിച്ചാൽ എന്താണ്? ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ്. ഭാവിയിലേക്കുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളെ ഫേസ് ചെയ്യാനായിട്ട് അവരെ എന്ത് ചെയ്യുക, അവരുടെ നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ആൻഡ് ടേം ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇത് ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിലുടനീളം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. സെൽഫ് മോട്ടിവേഷനിൽ നിന്ന് വരുന്ന റിസൾട്ടുമാണ്. ക്ലിയർ ആണോ? ഡെവലപ്മെന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതൊന്ന് റിപ്ലൈ ചെയ്യണേ. പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിലവിലുള്ള ജോലി സാഹചര്യം എന്നത് തന്നെയാണ് കേട്ടോ. ആ ഒരു ടേമാണ് ഇവിടത്തെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. നിലവിലുള്ള ജോലികൾ, അതിന്റെ ആവശ്യകതയാൽ നിലവിലുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകതകൾ എന്ന മീനിങ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ മിസ് നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. അതർ ഡിഫറൻസസ്. അപ്പൊ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള മറ്റു കുറച്ച് ഡിഫറൻസുകൾ, സിമിലാരിറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിയ ഫസ്റ്റ് വൺ ആണ് ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ പ്രോ ആക്റ്റീവ് പ്രോസസ്. എന്ന് വെച്ചാൽ എന്താ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഇസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഒരു പ്രതിപ്രവർത്തനമാണ്. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു ട്രെയിനിങ് എപ്പോഴും ഒരു പ്രതിപ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു ചേഞ്ചിങ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ ജോലി സാഹചര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോ അതിനെതിരെ നമ്മൾ ട്രെയിനിങ്ങിലൂടെയല്ലേ പ്രതികരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നിലവിൽ ഒരു സാഹചര്യം വന്നു, ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോലി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം കൊണ്ടുവരണം. അത് അവിടുത്തെ ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല എങ്കിൽ അതിനെ മുന്നോട്ട് കടന്ന് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് പോകണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് നമ്മൾ പരിശീലനം കൊടുത്താൽ മതി, അല്ലെ? അപ്പൊ അതെപ്പോഴും എന്തൊരു കാര്യത്തിനെയും കുറിച്ചുമുള്ള ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്, അല്ലെ? പ്രതിപ്രവർത്തനമാണ്. ശരിയാണോ? ശരിയല്ലേ? അപ്പൊ എപ്പോഴും എന്തെങ്കിലും ഒരു സാഹചര്യം ആ ജോലി ചെയ്യുന്നതിൽ വരുമ്പോ ആ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് നല്ല പരിശീലനം കൊടുത്താൽ അവരതിൽ നോളജും സ്കില്ലുമുള്ളവരായി മാറുകയും അതിനനുസരിച്ച് നമുക്ക് അതിനോട് പ്രതികരിച്ച് മുന്നോട്ട് പോകാനും പറ്റും. അതാണ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. എന്നാൽ ഡെവലപ്മെന്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ്. ഇതൊരിക്കലും പ്രതിപ്രവർത്തനമല്ല. എന്താണ്? മുൻപേ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അത് എന്ത് ചെയ്യാണ്? പഠിച്ചു വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം പല കാര്യങ്ങളിൽ നിന്നും
നമ്മൾ ലേൺ ചെയ്യുന്നു, നമ്മൾ വളരുന്നു. അതിനനുസരിച്ച് ഫ്യൂച്ചറിൽ എന്ത് ചലഞ്ച് വന്നാലും പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യം ഉണ്ടോ? അപ്പോ ഉണ്ടോ? പുതിയതായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ഓരോ കാര്യങ്ങളിൽ നിന്നും പല പല കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട് അല്ലെ? അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രം പോലെ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനമോ കാര്യങ്ങളോ കൊടുക്കേണ്ടത് ഒരു പ്രോസസ് അല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്റ്റീവ് പ്രോസസ്സാണ്. ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ അവിടെ സ്റ്റാഫ്സുകൾ എംപ്ലോയീസിന് നോളജോ സ്കില്ലോ ഇല്ലെങ്കിൽ അത് നമ്മൾ അവർക്ക് ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നു. ആ ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യുന്നു? ഫേസ് ചെയ്യുന്നു. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോആക്റ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മൾ സ്വന്തമായിട്ട് സ്വമേധയാ സെൽഫ് മോട്ടിവേഷന്റെ അടിസ്ഥാനത്തില് സെൽഫായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ വളർച്ച മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? സെക്കൻഡ് പോയിന്റ്, ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽ, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽ അല്ലെ? ട്രെയിനിങ് ആണെങ്കിലും ഡെവലപ്മെന്റ് ആണെങ്കിലും അവിടുത്തെ ഇൻഡിവിജ്വൽസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഡെവലപ്മെന്റ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ തന്നെ ഇൻഡിവിജ്വൽസിന് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? മൂന്നാമത്തത്, ട്രെയിനിങ് ഈസ് ഷോർട്ട് ടേം ഓർ ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഷോർട്ട് ടേം ആണ് അല്ലെങ്കിൽ ടേം ഫോക്കസ്ഡ് ആണ്. അതുപോലെ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലായിരിക്കും ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണോ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണോ? അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡിട്ടോ അങ്ങനെ എളുപ്പത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കാം കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഗുഡ് ലോങ് ടേം ആണ് അല്ലെ? ലോങ് ടേം അല്ലെങ്കിൽ ടേം ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ വിച്ച് ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ ഫിക്സ്ഡ് ഡ്യൂറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ് കേട്ടോ. Then training is the result of initiative taken by management. ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവിലല്ലേ പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് അല്ലേ? അതേസമയം ഡെവലപ്മെന്റ് എന്താ നമ്മൾ പഠിച്ചത്? ഡെവലപ്മെന്റിനെ പറ്റി അതേപോലെ തന്നെ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചിരുന്നു. ആരുടെ ഇനിഷ്യേറ്റീവ് ആണ് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത്? ആരുടെയെന്നാ നമ്മൾ പഠിച്ചേ? ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കണ്ട, ആരുടെയാന്ന് പഠിച്ചേ? ഒരു ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? മാനേജ്മെന്റ് ആണോ? അല്ല. വെരി ഗുഡ്, സെൽഫ് അല്ലേ? സെൽഫ് മോട്ടിവേഷന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് തിരുത്തിയേ, ഔട്ട്സൈഡ് മോട്ടിവേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഒരു ഡെവലപ്മെന്റ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ അതിൽ ഒരു ഭാഗമാകുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ് അല്ലെ? അപ്പൊ അവിടെ ഒന്ന് തിരുത്താം കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ എന്നാക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ട്രെയിനിങ് റെഫേഴ്സ് ടു. ഇനി ട്രെയിനിങ് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്? ഇതിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Training refers to a process in which employees are educated and get a chance to develop skills, competency, and learning as per the post-duty requirements. Development refers to an informative process which mainly help in understanding about the overall growth and improvement of the skills of the employees. എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുക അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് അവർക്കൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്. എന്തിനുള്ളതാണ്? അവരുടെ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്, നിലവിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾക്കനുസരിച്ചുള്ള സ്കില്ല്, കോമ്പിറ്റൻസി, ലേണിംഗ് മുതലായവയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് നമ്മുടെ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവ് പ്രോസസ് ആണ് വിച്ച് മെയിൻലി ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള വളർച്ചയും അവരുടെ കഴിവുകളുടെ മെച്ചപ്പെടുത്തലുമാണ് ഡെവലപ്മെന്റില് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. Then sixth point പറയുന്നത് മെയിൻലി ട്രെയിനിങ് റെഫേഴ്സ് ടു ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് റിഫ്രഷിംഗ് ഓൾഡ് വൺ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ട്രെയിനിങ്ങിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയാണ്. പഴയ കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? പഴയ കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ കാര്യം ഇപ്പോൾ ഓൾറെഡി അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പഴയ കാര്യങ്ങൾ നമുക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്.
എന്നാൽ മെയിൻലി ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഇംപ്ലിമെന്റിംഗ് ലേൺഡ് സെഷൻസ് ആൻഡ് ഫൈൻഡിങ് ന്യൂ വൺസ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവർ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. സെവൻത് പോയിന്റ് പറയുന്നത് ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ് അല്ലെ. ആ പർട്ടിക്കുലർ ജോലിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. എന്നാൽ ഡെവലപ്മെന്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. ഡെവലപ്മെന്റ് എപ്പോഴും ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ് നോക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. എന്നാൽ ആ ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Then, so simply we can say training is a process of increasing knowledge and skills of an employee. Training എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഒരു എംപ്ലോയിയുടെ നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ സിംപ്ലി we can say development is a process of learning and growth. എന്താണ്? വളർച്ചയും അല്ലെങ്കിൽ പഠനവും വളർച്ചയും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then next point il parayunnathu training is performed in an aim of improving knowledge and skills that are needed to perform their existing jobs, and developments are performed in aim of improving knowledge and skills to face future challenges. In the training ennu parayunnathu performed in an aim of improving knowledge and skills that are needed to perform their existing job. നിലവിൽ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലുമാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ട്രെയിനിങ് എയിം ചെയ്യുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള നോളജും സ്കില്ലുമാണ് ഇവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് വേഗം നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മറ്റു ഡിഫറൻസുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞു അല്ലെ. ഒരു പ്രതിപ്രവർത്തനമാണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് പ്രോസസ് അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഒരു സെൽഫ് മോട്ടിവേഷന്റെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാം. ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്. ട്രെയിനിങ്ങും ഇൻഡിവിജ്വൽസ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത്, ഡെവലപ്മെന്റും അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആണ്, അതുപോലെ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ നടത്തുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ആണ്, അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലുടനീളം നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് പറഞ്ഞത് ട്രെയിനിങ് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവിൽ നടക്കുന്ന കാര്യമാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷന്റെ ബേസിസിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത്. ക്ലിയർ ആണോ ഇവിടെ വരെ? ഈ 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി, നെക്സ്റ്റ് പറയാണ് കേട്ടോ. ഫിഫ്ത് പോയിന്റ് training refers to a process in which employees are educated and get a chance to develop skills, competency, learning as per the post-duty requirements. ഇവര് നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു എംപ്ലോയീസിനെ സ്കിൽസ്, കോമ്പിറ്റൻസി, അതുപോലെ തന്നെ പഠനം ഒക്കെ നടത്തുന്ന രീതിയിൽ അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ പ്രധാനമായിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു എംപ്ലോയിയുടെ സ്കിൽസ് മെച്ചപ്പെടുത്തുക, അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കുക എന്നതാണ് ഡെവലപ്മെന്റ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സിക്സ്ത് പോയിന്റ് പറയുന്നത് മെയിൻ ട്രെയിനിങ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു, പഴയ കാര്യങ്ങൾ പുതുക്കുന്നു. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി പഠിച്ച സെഷൻസ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ട്രെയിനിങ് എപ്പോഴും ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് എപ്പോഴും കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. So simply നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ the process of increasing knowledge and skills of an employee. ഒരു എംപ്ലോയിയുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണ് നമുക്ക് പറയാൻ പറ്റും. So simply we can say that the development is a process of learning and growth. So development എന്ന് പറയുന്നത് പഠനവും വളർച്ചയുമാണ് എന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു നിർത്തിയത് ട്രെയിനിങ് പ്രധാനമായിട്ടും
എയിം ചെയ്യുന്നത് അവര് ഏത് ജോലിയാണോ നിലവിൽ ചെയ്യുന്നത് ആ നിലവിൽ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയിയുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുക എന്നുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിലെ ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ക്ലിയർ ആണോ? ഈ പോയിന്റ്സ് വരെ ഇത്രയും വരെ ക്ലിയർ ആണോ? ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് മിസ് ബാക്കി പറയാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ എല്ലാവരുടെയും? ക്ലിയർ അല്ലേ? 9th പോയിന്റ്സ് വരെയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. സോ നെക്സ്റ്റ് പോവാണ് കേട്ടോ. 10th പോയിന്റ് ആണ് ട്രെയിനിങ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു ലേൺ ഹൗ ടു പെർഫോം ഹിസ് ഓർ ഹെർ പ്രസന്റ് ജോബ് സാറ്റിസ്ഫാക്ടറിലി and development prepare individual for future jobs and growth in all aspects. എന്നുവെച്ചാല് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രസന്റ് ജോബ് അവർ നിലവിൽ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ പ്രസന്റ് ജോബ് വളരെ സംതൃപ്തിയോടുകൂടി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പഠനമാണ് ട്രെയിനിങ്ങിലൂടെ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്നത്. അല്ലെ? ട്രെയിനിങ് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ എന്ത് പഠനത്തിനാണ് സഹായിക്കുന്നത്? അവരുടെ നിലവിൽ എന്ത് പ്രസന്റ് ജോബ് ആണോ ചെയ്യുന്നത് അത് സാറ്റിസ്ഫാക്ഷനോട് കൂടി അല്ലെങ്കിൽ സംതൃപ്തിയോട് കൂടി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രസന്റ് ജോബിനെ സാറ്റിസ്ഫാക്ടറി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഫ്യൂച്ചർ ജോബ് അല്ലെ ഒരു ഇൻഡിവിജ്വലിന് ഭാവിയിൽ എന്തൊക്കെ ജോലിയാണോ അവർ ചെയ്യാൻ പോകുന്നത് അത് വ്യക്തമായിട്ട് അവർക്ക് ചെയ്യാനുള്ളൊരു അറിവും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഡെവലപ്മെന്റ് സഹായിക്കുന്നുണ്ട്. അതായത് ഗ്രോത്ത് ഇൻ ഓൾ ആസ്പെക്ട്, എല്ലാ വശങ്ങളിലും ആ ഒരു വ്യക്തിയുടെ വളർച്ച ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് ഫ്യൂച്ചറിലെ അവരുടെ ജോബ് അവർക്ക് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ പ്രിപ്പയർ ചെയ്തതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then next point il parayunnathu training focuses on technical skills and it has a narrow scope and development focuses on conceptual and human ideas and it has a wider scope. ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടെക്നിക്കൽ സ്കില്ലുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പ്രസന്റ്ലി അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്കിൽസ് ആണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊരു നാരോ സ്കോപ്പ്, ചെറിയ രീതിയിലുള്ള ഒരു വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് മാത്രമേ അതിനുള്ളൂ. എന്നാൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് കോൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് ആണ്. മനുഷ്യരുടെ ആശയങ്ങളും അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ആയിട്ട് ആശയപരമായിട്ടുള്ള മറ്റു കഴിവുകളും ഒക്കെയാണ് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വൈഡർ സ്കോപ്പ് ആണ്, വലിയ രീതിയിലുള്ള സ്കോപ്പ് ഡെവലപ്മെന്റിലുണ്ട്. Then 12th point, training revolves around present needs. അല്ലെ? ട്രെയിനിങ് എപ്പോഴും പ്രസന്റ് നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു ചുറ്റുമാണ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. നിലവിലുള്ള പ്രസന്റിലുള്ള ആവശ്യകതകൾ എന്താണോ അതിനെ ബേസ് ചെയ്ത്. എന്നാൽ ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് ദ ഫ്യൂച്ചർ. ഡെവലപ്മെന്റ് എപ്പോഴും പ്രസന്റിലുള്ള കാര്യങ്ങളെല്ലാം എയിം ചെയ്യുന്നത് ഫ്യൂച്ചറിൽ അവരുടെ ഭാവിയിലേക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഡെവലപ്മെന്റ് നിലനിൽക്കുന്നത്. Then ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദ റോൾ while development focuses on the person. ട്രെയിനിങ് എപ്പോഴും ഒരു ജോലിയിൽ ചെയ്യുന്ന റോളിൽ ആരാണ് ആ റോള് ചെയ്യുന്ന വ്യക്തി ഈ ട്രെയിനിങ് എന്ത് ചെയ്യണം? അറ്റൈൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നാണ് നമ്മൾ നോക്കുക. അല്ലെ? ആ റോളിലെ സാറ്റിസ്ഫാക്ഷനോട് കൂടി അല്ലെങ്കിൽ ആ റോളിൽ ആരും ആയിക്കോട്ടെ
ആ ഒരു വ്യക്തിയെ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. മറിച്ച് ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു റോള് ആരാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട അറിവും കഴിവും വേണം. അത്രമാത്രമേ നമ്മൾ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് ഒരിക്കലും ഒരു റോൾ അല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ഒരു വ്യക്തിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഡെവലപ്മെന്റിൽ നോക്കുക. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നുകൂടി പറയട്ടെ മിസ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് പ്രസന്റ് ജോബ് നിലവിൽ അവർ ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ കൂടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെവലപ്മെന്റ് അവരുടെ പ്രസന്റ് ജോബ് അല്ല നോക്കുന്നത്, ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ജോലി, ഭാവിയിലേക്കുള്ള അവരുടെ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ എല്ലാ വശങ്ങളിലുമുള്ള ഒരു വളർച്ചയും കൂടിയാണ് ഡെവലപ്മെന്റ് അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നാനോ സ്കോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഡെവലപ്മെന്റ് ഒരിക്കലും ഒരു ടെക്നിക്കൽ സ്കിൽ അല്ല, മറിച്ച് അവരുടെ ആശയപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കഴിവുകളെയും അവർ പരിഗണിക്കുന്നുണ്ട്. കോൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസിനെയൊക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വൈഡ് സ്കോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ട്രെയിനിങ് റിവോൾവ്സ് അറൗണ്ട് പ്രസന്റ് നീഡ്സ്. നിലവിലുള്ള ആവശ്യകതകളെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ട്രെയിനിങ് നടത്തുന്നതെങ്കിൽ ഡെവലപ്മെന്റ് ഒരിക്കലും പ്രസന്റ് നീഡ്സ് അല്ല, ഫ്യൂച്ചറിലേക്കുള്ള നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് എപ്പോഴും ഒരു റോള്, റോളിൽ ആരാണോ ജോലി ചെയ്യുന്ന ഏത് റോളാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് റോളാണോ അവിടെ പെർഫോം ചെയ്യേണ്ടത് ആ റോളിനെ ബേസ് ചെയ്ത ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് ഒരിക്കലും റോൾ അല്ല, അവിടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്താണ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുക. വേഗം ആ ഒരു 4 പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ തരാം കേട്ടോ. ക്ലിയർ ആണോ? ഡിഫറൻസ് മനസ്സിലായോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള മേജർ ഡിഫറൻസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പ്രധാനപ്പെട്ട കുറച്ച് ഡിഫറൻസുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോ ഇവിടെ പ്രധാനമായിട്ടും ഇൻഡിവിജ്വലിനെയാണ്, പേഴ്സണെയാണ്, അതുപോലെ തന്നെ പ്രസന്റ് നീഡ്സ്, ഫ്യൂച്ചർ നീഡ്സ്, അതോടൊപ്പം തന്നെ വേറൊരെണ്ണം ചോദിക്കാൻ പറ്റുന്നതാണ് ജോബ് ഓറിയന്റഡ്, കരിയർ ഓറിയന്റഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഡിഫറൻസ് ഒക്കെ പ്രധാനപ്പെട്ട കുറച്ച് ഡിഫറൻസുകളൊക്കെ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കണേ. ഇതുവഴി ബേസിക് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഇത് നമ്മുടെ നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ആദ്യമേ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരിക്കലും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. അതായത് അവിടെ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമതയും ലീഡർഷിപ്പും അതുപോലെ തന്നെ അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നിലവിലുള്ള മാനേജേഴ്സ് ആവാം, പൊട്ടൻഷ്യൽ മാനേജേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഭാവിയിലേക്ക് മാനേജേഴ്സ് ആവാൻ പോകുന്നവരാവാം. ഇപ്പൊ നിലവിലുള്ള മാനേജേഴ്സ് ആയിക്കോട്ടെ, ഭാവിയിൽ മാനേജേഴ്സ് ആവാൻ പോകുന്നവരായിക്കോട്ടെ, അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് സ്കില്ലുകള്, അവരുടെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, അവരുടെ കഴിവ് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ എപ്പോഴും മാനേജേഴ്സിനോ നിലവിൽ കറന്റ് മാനേജേഴ്സ് ആയിട്ടുള്ളവർക്കോ അല്ല എങ്കിൽ പൊട്ടൻഷ്യൽ മാനേജേഴ്സ് മാനേജേഴ്സ് ആവാനായിട്ട് പോകുന്ന ആളുകൾക്കോ കിട്ടുന്ന ഒരു ഡെവലപ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അല്ലാതെ അവിടെ താഴെത്തട്ടിലുള്ള എംപ്ലോയീസിന് കിട്ടുന്ന കാര്യമല്ല. മനസ്സിലായോ? ഇത്രയും നമ്മൾ എംപ്ലോയീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവരും എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഒരു ഓർഗനൈസേഷനിലെ മാനേജർ എന്ന പോസ്റ്റിൽ ഇരിക്കുന്ന നിലവിൽ കറന്റ് ഇരിക്കുന്നവരാവാം പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, ഭാവിയിലേക്ക് മാനേജേഴ്സ് ആവാൻ പോകുന്നവർക്കും
കിട്ടുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോസസ് തന്നെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺ ദി ജോബ് മെത്തേഡുകളിലൂടെ പരിശീലനം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസ് വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഒരു മാനേജർ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, ഭാവിയിലേക്ക് മാനേജേഴ്സ് ആവാൻ സാധ്യതയുള്ള ആളുകൾ, ഇവർക്കൊക്കെ അവരുടെ ആ ഒരു കഴിവുകളും ലീഡർഷിപ്പ് സ്കില്ലുകളും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയാലേ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കാം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് by which individual gain and apply knowledge, skills, insight and attitude to manage work organization effectively. എന്ന് വെച്ചാൽ എന്താ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. ഇതൊരു ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതിലൂടെ ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ആണ്. അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വലിന് അവര് മാനേജ് ചെയ്യുന്ന വർക്ക് ഓർഗനൈസേഷൻ ഏതാണ്. നമ്മളൊരു മാനേജർ എന്ന് പറയുമ്പോൾ മാനേജ് ചെയ്യേണ്ടത് മൊത്തത്തിൽ ആ ഓർഗനൈസേഷനെ, വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ മാനേജ് ചെയ്യേണ്ടത് അവര് അല്ലേ. മൊത്തത്തില് അവര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണോ ആ ഓർഗനൈസേഷനെ വളരെ കാര്യക്ഷമമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ഇൻഡിവിജ്വലിന് ട്രെയിനിങ്ങും അതിലൂടെ അവർക്ക് വളർച്ചയും ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അവർക്ക് പരിശീലനങ്ങൾ കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള വളർച്ച ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ ഇൻഡിവിജ്വൽ ഗെയിൻ ആൻഡ് അപ്ലൈ നോളജ്, അവർക്ക് അറിവുകളും കഴിവുകളും ഉൾക്കാഴ്ചകളും ഒരു ആറ്റിറ്റ്യൂഡ്, ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാനും അത് നല്ല രീതിയിൽ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു മാനേജേഴ്സ് ആ ഒരു ഓർഗനൈസേഷനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ട ആളുകളാണ് അല്ലെ. അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ വളരെ എഫക്റ്റീവായിട്ട്, വളരെ കാര്യക്ഷമതയോടുകൂടി, ഫലപ്രാപ്തിയോടുകൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അറിവും കഴിവും അതുപോലെ തന്നെ ഉൾക്കാഴ്ചകളും ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഒക്കെ വേണം അല്ലെ. അപ്പൊ അത്തരത്തില് അവിടെ മാനേജേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന്റെ അറിവായിക്കോട്ടെ, കഴിവായിക്കോട്ടെ, അവരുടെ ഇൻസൈറ്റ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതെല്ലാം വർദ്ധിപ്പിക്കാനും അതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഗെയിൻ ചെയ്തെടുത്താം. നല്ല പരിശീലനങ്ങളും വളർച്ചയുടെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ ഒക്കെ അവരെ കടത്തിവിട്ടുകൊണ്ട് ഇതിൽ നിന്ന് അവർക്ക് നേടിയെടുത്തിട്ടുള്ള ഈ അറിവും കഴിവും ആറ്റിറ്റ്യൂഡും എല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് അവിടെ നടപ്പിലാക്കി അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷനെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലായോ? അത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇനി അടുത്തത് പറയുമ്പോൾ കണക്ഷൻ കിട്ടി വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് വരും. നോക്കിയേ, എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പൊ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അൺഇന്ററപ്റ്റഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഡിസൈൻഡ് ടു ബ്രിങ് ബിഹേവിയറൽ ചേഞ്ച് എമംഗ് ദ എക്സിക്യൂട്ടീവ്. വെച്ചാൽ എന്താ, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ അൺഇന്ററപ്റ്റഡ് പ്രോസസ്, തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഇവിടെ എന്താണ്, ബിഹേവിയറൽ ചേഞ്ച് എമംഗ് ദ എക്സിക്യൂട്ടീവ്സ്. അപ്പൊ ഇത്തരത്തില് മാനേജേഴ്സ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, ഭാവിയിൽ മാനേജേഴ്സ് ആവാൻ പോകുന്ന എക്സിക്യൂട്ടീവിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ലേണിംഗ് ആൻഡ് ഗ്രോത്തുകള്, നല്ല പഠനവും വളർച്ചയും ഒക്കെ ഉണ്ടാവുകയും അതിനനുസരിച്ച് അവരുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച്, ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാനും ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പെരുമാറ്റത്തിലുള്ള ഒരു മാറ്റം, ആ ഒരു ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം കൊണ്ടുവരാനും നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിലൂടെ സാധിക്കും. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് there will be change in knowledge and behavior of the individual undergoing the development program. അപ്പൊ ഇത്തരത്തില് പറയുകയാണെങ്കിൽ it implies that there will be change in knowledge and behavior of the individual
undergoing the development program. ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലുടനീളം അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ നോളജ് ആയിക്കോട്ടെ, അവരുടെ ബിഹേവിയറിൽ പെരുമാറ്റമായിക്കോട്ടെ, അതിലെല്ലാം ആ ഓർഗനൈസേഷന് നല്ലതാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അപ്പോ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞത്? ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് മാനേജേഴ്സ്, അതായത് അവര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണോ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് മാനേജേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവർക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സുകളിലൂടെ ഒക്കെ അവരെ കടത്തിവിട്ടുകൊണ്ട് അവർക്ക് നല്ല നോളജും സ്കില്ലും ഇൻസൈറ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് വഴി ഇത്തരത്തിൽ അവർ ഗെയിൻ ചെയ്തിട്ടുള്ള നോളജും സ്കില്ലും ഇൻസൈറ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ആ ഒരു മാനേജിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എന്ന് വിളിച്ചാലും ശരി തന്നെയാണ്. അത് തന്നെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് തടസ്സമില്ലാത്ത പ്രക്രിയയാണ്. ഇതിലൂടെ ആ ഒരു പൊട്ടൻഷ്യൽ മാനേജർ എക്സിക്യൂട്ടീവ്സിന് അവരുടെ ആ ഒരു ഗ്രോത്തും ട്രെയിനിങ്ങും ഗ്രോത്തും ഒക്കെ നടക്കുന്നുണ്ട്, ലേണിംഗ് നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം, അവരുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ നോളജ് തലത്തിൽ, അവരുടെ അറിവിന്റെ തലത്തിലായിക്കോട്ടെ, ബിഹേവിയറൽ തലത്തിലായിക്കോട്ടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കേട്ടോ, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ മിസ്. The individual will be able to perform better in present assignments and also increase his potential for future assignments through the acquisition, understanding and use of new knowledge, insight and skills. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൂടെ അതിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻഡിവിജ്വലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏബിൾ ടു പെർഫോം ബെറ്റർ ഇൻ പ്രസന്റ് അസൈൻമെന്റ്. അവർക്ക് നിലവില് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്സ് വളരെ നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇൻക്രീസ് ഹിസ് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഫ്യൂച്ചറിൽ അവർ നേരിടേണ്ടി വരുന്ന ഏതൊരു അസൈൻമെന്റും നല്ല രീതിയിൽ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും അവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. Through the acquisition, understanding and use of new knowledge, insights and skills. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവരെ നേടിയെടുക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് കുറേയധികം നോളജും ഉൾക്കാഴ്ചകളും കഴിവുകളും ഒക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ പ്രയോജനപ്പെടുത്തി അവരുടെ ഇപ്പൊ നിലവിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രസന്റ് അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, ഫ്യൂച്ചറിലേക്ക് അവർ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫ്യൂച്ചർ അസൈൻമെന്റ്സ് ആയിക്കോട്ടെ,
ഇതെല്ലാം ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് നല്ല രീതിയിൽ കിട്ടാനും ബെറ്റർ ആയിട്ട് നിലവിലുള്ള അസൈൻമെന്റ്സ് പെർഫോം ചെയ്യാനും അവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് സാധിക്കുന്നതാണ്. Then the learning process involves the implication that there will be changed behavior on the part of the individual given the sufficient training and education. അപ്പൊ ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് implication that there will be changed behavior on the part of the individual. അപ്പൊ അവർക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഇപ്പൊ ഒരു മാനേജർക്കോ ഭാവിയിലേക്ക് മാനേജർ ആവാൻ പോകുന്നവർക്കോ നല്ല മതിയായിട്ടുള്ള പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരിൽ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായ രീതിയിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഭാഗത്ത് നമ്മുടെ ബിഹേവിയറിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. Then managers develop not only by participating in formal courses of instruction drawn by the organization, but also through actual job experience in the organization. അപ്പോൾ ഒരിക്കലും മാനേജേഴ്സിന് ഈ ഒരു ഫോർമൽ ആയിട്ടുള്ള കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ എഡ്യൂക്കേഷൻസോ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കാളികളായതുകൊണ്ട് മാത്രം ഒരു പൂർണ്ണമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവോ? ഇല്ല. അത് കൂടാതെ തന്നെ അവർ ഏത് ഓർഗനൈസേഷനിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിൽ നിന്നും കിട്ടുന്ന ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസും കൂടി വേണം അല്ലെ. യഥാർത്ഥത്തിൽ അവർ എന്ത് ജോലിയാണോ ചെയ്തത് അവിടെ നിന്ന് കിട്ടുന്ന യഥാർത്ഥ ആ ജോലിയുമായി ബന്ധപ്പെട്ട അനുഭവം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫോർമൽ ആയിട്ടുള്ള കോഴ്സസ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ പങ്കാളികളാവുന്നതിനോടൊപ്പം അപ്പൊ ഈ രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഒരു മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. It should be recognized that it is for the organization to establish the development opportunity for its managers and potential managers. അപ്പൊ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകള് ഈ ഒരു മാനേജേഴ്സിനായിക്കോട്ടെ ഭാവിയിലേക്ക് മാനേജേഴ്സ് ആവാൻ പോകുന്നവർക്കായിക്കോട്ടെ ആ ഒരു ഡെവലപ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം നൽകേണ്ടത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപിക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത്? ആ ഓർഗനൈസേഷൻ ആണ് അല്ലെ. And equal perhaps are important counterpart to the effort of the organization and those of the individual. ഓർഗനൈസേഷൻ ഒരു മുൻകൈ എടുത്ത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസും എഡ്യൂക്കേഷൻസും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നതിനുള്ള ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി നൽകിയാൽ പോലും ആ ഓർഗനൈസേഷൻ എഫക്ട് മാത്രം മതിയോ? അല്ല, ആ ഓരോ ഇൻഡിവിജ്വലിന്റെയും കൂടി ആ ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം അല്ലെ. ഒരു വ്യക്തിക്കും കൂടി തോന്നണ്ടേ എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണം, എനിക്ക് നല്ല രീതിയിൽ ഭാവിയിൽ പെർഫോം ചെയ്യണം, നല്ല രീതിയിൽ ഈ ഓർഗനൈസേഷനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിന്റെയും കൂടി നല്ല രീതിയിലുള്ളൊരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡെവലപ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ഈ ഒരു ഏതൊരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു മുഖ്യ ഘടകം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും അവര് പ്രസന്റ്ലി അവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്സ് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്സ് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ പറയുന്ന ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോരുമ്പോ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് അറിവുകൾ അവർ നേടിയെടുക്കുന്നുണ്ട്, പുതിയ നോളജും ഇൻസൈറ്റും സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് നിലവിലുള്ള ജോലികളായിക്കോട്ടെ ഭാവിയിലേക്കുള്ള അസൈൻമെന്റുകളായിക്കോട്ടെ അതെല്ലാം വളരെ കഴിവോടുകൂടി തന്നെ ബെറ്റർ ആയിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കും. ആൻഡ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്കൊരു ഇൻഡിവിജ്വലിന്റെ ഒരു നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ സഫിഷ്യന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് അനുയോജ്യമായ രീതിയിലേക്കുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിന്റെ ഒരു മാറ്റം നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനേജേഴ്സ് ഒരിക്കലും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫോർമൽ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ പങ്കെടുത്തതുകൊണ്ട് മാത്രം ഒരു മാനേജ്മെന്റിന് പൂർണ്ണമായ ഒരു മാനേജറിന് ഒരു പൂർണ്ണമായ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. മറിച്ച് എന്താണ് ഒരു ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ് കൂടി ആ ഓർഗനൈസേഷൻ കിട്ടുമ്പോഴാണ് അവർക്ക് പൂർണ്ണമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ആണ് അതിന് മുൻകൈ എടുത്ത്
ഈ പറയുന്ന മാനേജേഴ്സിനും പൊട്ടൻഷ്യൽ മാനേജേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഓർഗനൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ മുൻകൈ എടുത്താൽ പോലും ഒരു ഇൻഡിവിജ്വലിന്റെയും കൂടി ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡെവലപ്മെന്റ് അവരിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തെ ആ ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പൊ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ ഇവിടെ വരെ അതായത് എന്താണ് ഒരു കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു 2 പാരഗ്രാഫ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചോദിച്ച് നോട്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വാങ്ങാം കേട്ടോ. തൽക്കാലത്തേക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയ പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് വാങ്ങാം കേട്ടോ. അതിനുശേഷം ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ലെക്ചർ നോട്ട്സ് എഴുതാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു മിസ് ഏതൊക്കെ പോർഷൻസ് എടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ച് ടെക്സ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് അതിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതിട്ടാണ്. അപ്പോ വായിക്കാതിരിക്കരുത്. നമ്മുടെ ടേംസ് ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാനും എളുപ്പമുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇവിടെ വരെയും പഠിച്ചിട്ടൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.